4 സൈലോസ് സെക്കൻഡ് തിയറം. ഇപ്പം നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ സൈലോസ് ഫസ്റ്റ് തിയറം ആണ് പഠിച്ചത്. ഇത് സൈലോസ് സെക്കൻഡ് തിയറം. നോക്കാം. ഇഫ് എച്ച് ഈസ് എ സബ് ഗ്രൂപ്പ് ഓഫ് എ ഫൈനൈറ്റ് ഗ്രൂപ്പ് ജി ആൻഡ് ഓർഡർ ഓഫ് എച്ച് ഈസ് എ പവർ ഓഫ് എ പ്രൈം പി, ദെൻ എച്ച് ഈസ് കണ്ടെയ്ൻഡ് ഇൻ സം സൈലോ പി സബ് ഗ്രൂപ്പ് ഓഫ് ജി. അപ്പോൾ എച്ച് എന്ന് പറഞ്ഞാൽ ഒരു സബ് ഗ്രൂപ്പ് ഓഫ് എ ഫൈനൈറ്റ് ഗ്രൂപ്പ് ജി ആണ്. അതേപോലെ അതിൻ്റെ ഓർഡർ ഒരു പ്രൈം പവറും ആണെങ്കിൽ അത് ഒരു സൈലോപ്പി സബ് ഗ്രൂപ്പ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അത് കണ്ടെയ്ൻഡ് ഇൻ ഒരു സൈലോപ്പി സബ് ഗ്രൂപ്പ് ആണെന്ന് പറയാൻ സാധിക്കും. അതാണ് ഈ തിയറത്തിൽ പറയുന്നത്. എല്ലാ പി പവർ ഓർഡറുള്ള സബ് ഗ്രൂപ്പുകളും ഒരു സൈലോപ്പി സബ് ഗ്രൂപ്പിനകത്ത് കണ്ടെയ്ൻ ചെയ്തിരിക്കുന്നു. പ്രൂഫ് നോക്കാം. ലെറ്റ് കെ ബി എ സൈലോപ്പി സബ് ഗ്രൂപ്പ് ഓഫ് ജി ആൻഡ് ലെറ്റ് സി ഈസ് ഈക്വൽ ടു K1 get to Kn വിത്ത് K ഈസ് ഈക്വൽ ടു K1 ബി ദ സെറ്റ് ഓഫ് ഓൾ കോൺജുഗേറ്റ്സ് ഓഫ് K ഇൻ ജി. അപ്പോൾ കെ എന്ന് പറയുന്ന ഒരു സൈലോപ്പി സബ് ഗ്രൂപ്പ് എടുക്കുന്നു. സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ K1 K2 etc. Kn. ഇത് K ഈസ് ഈക്വൽ, അതായത് നമ്മളെടുത്ത ആ K ആണ് K1 തന്നെ, K1 തന്നെയാണ് ആ K. K1 ബി ദ സെറ്റ് ഓഫ് ഓൾ കോൺജുഗേറ്റ്സ് ഓഫ് K ഇൻ ജി. അതാണ് സി. സിൻസ് കോൺജുഗേഷൻ ഈസ് ആൻ ഓട്ടോമോർഫിസം. അപ്പോൾ ഇതിനകത്ത് കുറേ കാര്യങ്ങൾ റിസൾട്ടായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ചെറുത് എക്സസൈസിൽ വരുന്നതാണ്. നമുക്കത് ഈ തിയറത്തിന് ശേഷം അടുത്ത ക്ലാസ്സിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പം ഇപ്പോൾ ഈ തിയറം ഇങ്ങനെ അങ്ങ് പറഞ്ഞു പോവാം. കോൺജുഗേഷൻ, അതായത് ഒന്നിൻ്റെ കോൺജുഗേറ്റ് ആണെന്നുള്ള ആ ഒരു റിലേഷൻ, അതൊരു ഓട്ടോമോർഫിസമാണ്. ഓട്ടോമോർഫിസം ആയതുകൊണ്ട് ഒരു സെറ്റിൻ്റെ കോൺജുഗേറ്റാണ് മറ്റേതെങ്കിൽ, ഓട്ടോമോർഫിസം ആയതുകൊണ്ട് 1 1 1 2 ആണ്. രണ്ടിലുമുള്ള എലമെൻസിൻ്റെ എണ്ണം സെയിം ആയിരിക്കും. അപ്പോൾ കെ എന്ന് പറയുന്ന സൈലോപ്പി സബ് ഗ്രൂപ്പ് ആണെങ്കിൽ അതിൻ്റെ കോൺജുഗേറ്റ്സ് എല്ലാ സൈലോപ്പി സബ് ഗ്രൂപ്പുകളായിരിക്കും, ഓർഡർ സെയിം ആയതുകൊണ്ട്. സിൻസ് കോൺജുഗേഷൻ ഈസ് ആൻ ഓട്ടോമോർഫിസം, ഈച്ച് എലമെൻറ്റ് ഓഫ് സി ഈസ് എ സൈലോപ്പി സബ് ഗ്രൂപ്പ് ഓഫ് ജി. അപ്പോൾ സിയിലെ എല്ലാ ആൾക്കാരും സൈലോപ്പി സബ് ഗ്രൂപ്പാണ് നമുക്ക് കിട്ടുന്നു. ലെറ്റ് എസ് സി ഡിനോട്ട് ദ ഗ്രൂപ്പ് ഓഫ് ഓൾ പെർമ്യൂട്ടേഷൻസ് ഓഫ് സി. എസ് സി എന്ന് പറഞ്ഞാൽ സിയിൽ വരുന്ന ആൾക്കാരുടെ ഗ്രൂപ്പ് ഓഫ് പെർമ്യൂട്ടേഷൻസ് ആണ് എസ് സി. സി വെച്ചിട്ട് എഴുതാൻ പറ്റുന്ന എല്ലാ പെർമ്യൂട്ടേഷൻസും എസ് സിക്കകത്ത് വരും. ദ ഗ്രൂപ്പ് ഓഫ് ഓൾ പെർമ്യൂട്ടേഷൻസ് ഓഫ് സി. ഫോർ ഈച്ച് ജി ബിലോങ്സ് ടു ക്യാപിറ്റൽ ജി, ഡിഫൈൻ 5G ഫ്രം സി ടു സി. ഇപ്പം ജി എന്ന് പറയുന്ന പറയുമ്പോൾ നമ്മൾ ക്യാപിറ്റൽ ജി എന്ന് എടുത്തു കഴിഞ്ഞാൽ 5G എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്. 5G ഓഫ് കെ ഈസ് ഈക്വൽ ടു ജി കെ എ ജി ഇൻവേഴ്സ്. അങ്ങനെയാണെങ്കിൽ 5G ഒരു പെർമ്യൂട്ടേഷൻ ആണെന്നാണ് പറയുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. 5G സിന്ന് സിയിലേക്കായിരിക്കും. കാരണം ജി കെ എ ജി ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ കെ ഐയുടെ ഒരു കോൺജുഗേറ്റ് ആണ് കിട്ടുക. കോൺജുഗേറ്റ്സ് എല്ലാം ഇതിനകത്ത് വരുന്ന ആൾക്കാരെല്ലാം കോൺജുഗേറ്റ്സ് ആണ് പരസ്പരം. അതുകൊണ്ട് സിന്ന് സിയിലേക്കാണെന്നുള്ളതിനകത്ത് സംശയം വേണ്ട. ഇനി അത് പെർമ്യൂട്ടേഷൻ ആണോ നമുക്ക് നോക്കാം. 1 1 1 2 ആയാൽ മതിയല്ലോ. 1 1 1 2 ഫ്രം സി ടു സി ആയാൽ മതി. അപ്പോൾ 5G ഓഫ് കെ എ ജി 5G ഓഫ് കെ ജെ ആണെങ്കിൽ ജി കെ എ ജി ഇൻവേഴ്സ് ഇസിക്കൽ ജി കെ ജെ ജി ഇൻവേഴ്സ്. രണ്ട് സൈഡിലും ജി ഇൻവേഴ്സ് ജി ഇൻവേഴ്സ് കൊണ്ടും ലെഫ്റ്റ് സൈഡിൽ ജി ഇൻവേഴ്സ് കൊണ്ടും റൈറ്റ് സൈഡിൽ ജി കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യുന്നു. അറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് കെ എ ജിക്കൽ കെ ജി എന്ന് കിട്ടും. ഓക്കെ. അടുത്തത് 5G ഈസ് ഓൺ ടു. ഫോർ ഈച്ച് കെ എ ബിലോങ്സ് ടു സി, വി ഗെറ്റ് ജി ഇൻവേഴ്സ് കെ ഐ ജി ബിലോങ്സ് ടു സി സച്ച് ദാറ്റ് കെ ഐ നമ്മൾ സിക്കകത്ത് നിന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ജി ഇൻവേഴ്സ് കെ ഐ ജി, അതും എന്താണ്, ഒരു കോൺജുഗേറ്റാണ്. കെ യുടെ ഒരു കോൺജുഗേറ്റാണ് ജി ഇൻവേഴ്സ് കെ ഐ ജി എന്ന് പറയുന്നത്. കാരണം അതിനെ ജി ഇൻവേഴ്സ് കെ ഐ അങ്ങനെയല്ല, ഇങ്ങനെ എഴുതിയാലും ഒരു കോൺജുഗേറ്റാണ്. ജി ഇൻവേഴ്സ് കെ എ ജി എന്ന് പറയുന്നത് ഒരു കോൺജുഗേറ്റാണ്. അപ്പോൾ സിക്കകത്ത് തന്നെ വരും. സച്ച് ദാറ്റ് 5G ഓഫ് ജി ഇൻവേഴ്സ് കെ ഐ ജി ഈസ് ഈക്വൽ ടു ജി ഓഫ് ജി ഇൻവേഴ്സ് കെ ഐ ജി ഓഫ് ജി ഇൻവേഴ്സ് ഈക്വൽ ടു ജി ഇൻവേഴ്സ് കെ ഐ ജി ഇൻവേഴ്സ് ഈക്വൽ ടു ഇ ഇൻറ്റു കെ ഐ ഇൻറ്റു ഇ ഈക്വൽ ടു നമുക്ക് കെ ഐ എന്ന് കിട്ടും. അപ്പോൾ 1 to 1 നമുക്ക് കിട്ടി. കെ ഐക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ജി ഇൻവേഴ്സ് കെ ഐ ജി എന്ന് പറയുന്നൊരു എലമെൻറ്റ് സിയിലുണ്ടായിരിക്കും. സോ അതിൻ്റെ 5G ഇമേജ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കെ ഐ ആയിരിക്കും കിട്ടുന്നത്. Now define a mapping T from G to SC by
ടി ഓഫ് ജി ഈസ് ഈക്വൽ ടു 5G. അടുത്തൊരു മാപ്പിംഗ് ഡിഫൈൻ ചെയ്യുകയാണ്. ടി ഫ്രം ജിയിൽ നിന്നും എസ് സിയിലേക്കൊരു മാപ്പിംഗ് ഡിഫൈൻ ചെയ്യുകയാണ്. ടി ഓഫ് ജി ഈസ് ഈക്വൽ ടു 5G. ഇതാണ് മാപ്പിംഗ്. ജീനെ 5Gയിലേക്ക് മാപ്പ് ചെയ്യുന്നു. 5G എന്ന് പറയുന്നത് എസ് സിയിലുള്ള ആളാണെന്ന് നമുക്ക് ഇപ്പോൾ പ്രൂവ് ചെയ്തല്ലോ. അങ്ങനെയാണെങ്കിൽ 5GH ഈസ് ഈക്വൽ ടു 5G ഇൻറ്റു 5H ആണ്. നോക്കാം എങ്ങനെയാണ്. 5GH ഓഫ് കെ എ ഈസ് ഈക്വൽ ടു GH ഓഫ് കെ എ ഇൻറ്റു GH ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു G ഓഫ് H ഇൻറ്റു കെ എ ഇൻറ്റു H ഇൻവേഴ്സ് ഓഫ് G ഇൻവേഴ്സ്. അറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് G ഇൻറ്റു 5H ഓഫ് കെ എ ഇൻറ്റു G ഇൻവേഴ്സ് എന്ന് കിട്ടും. ഈക്വൽ ടു 5G ഓഫ് 5H ഓഫ് കെ എന്ന് കിട്ടും. അതായത് 5G 5H ഓഫ് കെ എന്ന് കിട്ടും. അപ്പോൾ 5GH ഇസ് ഈക്വൽ ടു 5G ഇൻറ്റു 5H എന്ന് കിട്ടിക്കഴിഞ്ഞു. ആൻഡ് ദെയർഫോർ ടി ഈസ് എ ഹോമോമോർഫിസം ഫ്രം ജി ടു എസ്. ഇപ്പോൾ ടി എന്ന് പറയുന്നത് മാപ്പിങ് ടി ഓഫ് ജി ഈസ് ഈക്വൽ ടു 5G ആണെങ്കിൽ 5GH ഈസ് ഈക്വൽ ടു 5G ഇൻറ്റു 5H ആണെന്ന് നമ്മൾ കാണിച്ചു. എന്ന് പറഞ്ഞാൽ ടി ഓഫ് GH എന്ന് പറഞ്ഞാൽ TG ഇൻറ്റു TH ആണ്. എന്ന് പറഞ്ഞാൽ ടി ഒരു ഹോമോമോർഫിസം ഫ്രം ജി ടു എസ് സി ആണ്. നെക്സ്റ്റ് കൺസിഡർ ടി ഓഫ് എച്ച് ദ ഇമേജ് ഓഫ് ജി. ഇപ്പം നമ്മൾ ടി എന്ന് പറഞ്ഞാൽ ജിയിൽ നിന്ന് എസ് സിയിലേക്ക് ഉള്ളതാണ്. ഇപ്പം നമ്മളിനി ടി ഫ്രം എച്ചിൽ നിന്നും എസ് സിയിലേക്കുള്ളത് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. നെക്സ്റ്റ് കൺസിഡർ ടി ഓഫ് എച്ച് ദ ഇമേജ് ഓഫ് എച്ച് അണ്ടർ ടി. സിൻസ് ഓർഡർ ഓഫ് എച്ച് ഈസ് എ പവർ ഓഫ് പി, ഓർഡർ ഓഫ് എച്ച് ഈസ് എ പവർ ഓഫ് പി ആണെന്ന് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റിലുണ്ട്. സോ ഈസ് ഓർഡർ ഓഫ് ടി എച്ച്. കാരണം അത് നമ്മുടെ ഹോമോമോർഫിസത്തിൻ്റെ പ്രോപ്പർട്ടിക്കകത്ത് വരുന്നതാണ്. അത് റെഫർ ചെയ്യുക. പ്രോപ്പർട്ടി 6 ഓഫ് തിയറം 10.2. ദസ് ബൈ ദ ഓർബിറ്റ് സ്റ്റെബിലൈസർ തിയറം, ഓർബിറ്റ് സ്റ്റെബിലൈസർ തിയറം 7.3 റെഫർ ചെയ്യുക. ഫോർ ഈച്ച് ഐ ഓർഡർ ഓഫ് ഓർബിറ്റ് ഓഫ് കെ ഇൻ ടി ഓഫ് എച്ച് ഡിവൈഡ്സ് ഓർഡർ ഓഫ് ടി ഓഫ് എച്ച് ആണ്. അപ്പം ഈ ഓർഡർ ഓഫ് ടി ഓഫ് എച്ച് പവർ ഓഫ് എ പ്രൈം ആയതുകൊണ്ട് ഓർഡർ ഓഫ് ഓർബിറ്റ് ഓഫ് കെ ഇൻ ടി ഓഫ് എച്ചും പവർ ഓഫ് എ പി പ്രൈം ആയിരിക്കും. അപ്പോൾ ചിലപ്പോൾ അതിന് 1 ആവാനും സാധ്യതയുണ്ടല്ലേ. നൗ വി വിൽ ചെക്ക് അണ്ടർ വാട്ട് കണ്ടീഷൻ ഡസ് അതിൻ്റെ ഓർഡർ എപ്പോഴാണ് 1 ആവുക. അത് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5G ഓഫ് കെ ഈസ് ഈക്വൽ ടു ഓർബിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ ഡെഫിനിഷൻ വെച്ചിട്ട് ഓർബിറ്റ് ഓഫ് ആൻ എലമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടി ഓഫ് എച്ചിനകത്തിലെ എല്ലാ പെർമ്യൂട്ടേഷനും എടുത്തിട്ട് അതിലെല്ലാം ഈ കെയുടെ ഇമേജ് കണ്ടുപിടിക്കുന്നു. അതാണ് ഓർബിറ്റിനകത്ത് വരുന്നത്. ഓർബിറ്റ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഈ ഇമേജ് എന്ന് പറയുന്നത് KI തന്നെയാണെന്നാണ് എൻ്റെ അർത്ഥം. അപ്പോൾ GKI G ഇൻവേഴ്സ് ഈക്വൽ ടു നമുക്ക് എപ്പോഴും KI കിട്ടുന്നത് കൊണ്ടാണ്. അതിൻ്റെ ഓർബിറ്റിനകത്ത് വേറെ ഒന്നുമില്ല, അത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഓർബിറ്റ് ഈക്വൽ ടു 1 എന്ന് പറയും. അപ്പോൾ ഓർബിറ്റ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഡർ ഓഫ് ഓർബിറ്റ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5G ഓഫ് KI ഈസ് ഈക്വൽ ടു KI എന്നാണ് എൻ്റെ അർത്ഥം. That is order of orbit of K in D which is equal to 1 if and only if H is a subgroup of GKI G inverse is equal to KI ആകുന്ന ജികളെല്ലാം എവിടെ ഉള്ളതെന്നറിയാമോ? N of KIക്കകത്തിലുള്ളതാണ്. നോർമലൈസർ ഓഫ് KIക്കകത്ത് വരുന്ന എലമെൻറ്റ്സ് ആണ് ഇത്. ബട്ട് ദി ഓൺലി എലമെൻറ്റ്സ് ഓഫ് N of KI that have orders that are powers of P are those of KI. Example 13 ആണ്. Only elements of N of KI that have orders that are powers of P. അത് എക്സസൈസ് 30. ഇപ്പോൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന എല്ലാം നമ്മൾ പിന്നീട് ചെയ്യുന്നതാണ്. ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുകയും കൂടെ ചെയ്യാം. ബട്ട് ദ ഓൺലി എലമെൻറ്റ്സ് ഓഫ് N of KI that have orders that are powers of PI are those of KI. KIയിലെ ആൾക്കാർക്ക് മാത്രമാണ് പവർ ഓർഡർ ഓഫ് പി വരുന്നത്. ദസ് ഓർഡർ ഓർബിറ്റ് ഓഫ് KI in T of H is equal to 1 if and only if H is a subgroup of KI. ഓർബിറ്റിൻ്റെ ഓർഡർ 1 ആണെങ്കിൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് H is a subgroup of KI ആണ്. കാരണം H is a subgroup of N of KI നമുക്ക് കിട്ടി. ഇനി N of KIക്കകത്തിൽ ഇങ്ങനെ സംഭവിക്കുന്ന ആളുകൾ എന്താണ്? order of that are orders of P are those of KI. KIയിലെ ആൾക്കാർ മാത്രമാണ് ഓർഡേഴ്സ് പവർ ഓഫ്
പ്രൈം പവർ ഓർഡർ വരുന്നത്. അപ്പം എച്ച് സബ് ഗ്രൂപ്പ് ഓഫ് എൻ ഓഫ് കെ എന്നുള്ളത് എൻ ഓഫ് കെ ഐക്കകത്തിൽ വരുന്ന അതിനകത്തുള്ള കെ ഐയിലെ ആൾക്കാർ മാത്രമാണ് വരുന്നത്. അപ്പോൾ എച്ച് സബ് ഗ്രൂപ്പ് ഓഫ് കെ എന്ന് എഴുതാം. സോ ടു കംപ്ലീറ്റ് ദ പ്രൂഫ്, അപ്പോൾ എച്ച് സബ് ഗ്രൂപ്പ് ഓഫ് നമുക്ക് കെ എന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് കണ്ടെയ്ൻഡ് ഇൻ എ സൈലോപ്പി സബ് ഗ്രൂപ്പ് എന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ റിസൾട്ട് പ്രൂവ് ചെയ്യാൻ ഓർബിറ്റിൻ്റെ ഓർഡർ 1 ആവുന്ന ഒരെണ്ണം ഉണ്ടെന്ന് കാണിച്ചാൽ മതി. സോ ടു കംപ്ലീറ്റ് ദ പ്രൂഫ് ഓൾ വി നീഡ് ടു do is show that for some I order of orbit k in d which is equal to 1. Analogous to theorem 24.1 we have order of c is equal to order of index of n of k in g into analogous to theorem 24.1 we have order of c is equal to order of index of n of k in g. എക്സാമ്പിൾ 5 അത് എക്സസൈസ് 5 ചെയ്തിട്ടുണ്ട്. ആൻഡ് സിൻസ് ഓർഡർ ഓഫ് കെ ഇൻ ജി എന്ന് പറഞ്ഞാൽ ഓർഡർ ഓഫ് എൻ ഓഫ് കെ ഇൻ ജി ഇൻറ്റു ഓർഡർ ഓഫ് കെ ഇൻ എൻ ഓഫ് കെ നമുക്ക് എഴുതാം. ഇത് ഇൻഡെക്സ് ഓഫ് എൻ ഓഫ് കെ ഇൻ ജീനെ നമുക്ക് ഓർഡർ ഓഫ് ജി ബൈ ഓർഡർ ഓഫ് എൻ ഓഫ് കെ എന്ന് എഴുതാമല്ലോ. ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡ് കിട്ടും. ഇറ്റ്സ് നോട്ട് ഡിവിസിബിൾ ബൈ പി. കാരണം എന്താ, ഓർഡർ ഓഫ് ജി ബൈ ഓർഡർ ഓഫ് കെ ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് നോട്ട് ഡിവിസിബിൾ ബൈ പി ആണ്. കാരണം കെ സൈലോപ്പി സബ് ഗ്രൂപ്പാണ്. മാക്സിമം പവർ വരുന്ന ഓർഡറാണ് കെയ്ക്കുള്ളത്. അപ്പോൾ അത് വെച്ചിട്ട് അതിൻ്റെ ഓർഡർ വെച്ച് ജീനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് ഒരു പി ഓർഡർ കാണത്തില്ല. എൻ്റെ മാക്സിമം പവർ മുഴുവൻ ഡിവൈഡ് ചെയ്ത് കളഞ്ഞു. അത് മുഴുവൻ ഓർഡർ കെയിൽ ഉണ്ട്. അപ്പോൾ ലെഫ്റ്റ് സൈഡ് നോട്ട് ഡിവിസിബിൾ ബൈ പി ആണ്. അപ്പോൾ റൈറ്റ് സൈഡ് നോട്ട് ഡിവിസിബിൾ ബൈ പി ആണ്. പർട്ടിക്കുലർ ഓർഡർ ഓഫ് സി എന്ന് പറഞ്ഞാൽ നമ്മൾ ഓർഡർ ഓഫ് ഇൻഡെക്സ് ഓഫ് എൻ ഓഫ് കെ ഇൻ ജി അത് ആ റൈറ്റ് സൈഡിൽ എഴുതിയിരിക്കുന്നത് നോട്ട് ഡിവിസിബിൾ ബൈ പി ആണ്. അപ്പോൾ ഓർഡർ സി നോട്ട് ഡിവിസിബിൾ ബൈ പി ആയി. ബിക്കോസ് ദി ഓർബിറ്റ് പാർട്ടീഷൻ സി, ഓർബിറ്റ്സ് സീനെ പാർട്ടീഷൻ ചെയ്യുന്നു എന്നുള്ളൊരു പ്രോപ്പർട്ടി ഉണ്ട് ഓർബിറ്റ്സിന്. അപ്പോൾ ഓർഡർ ഓഫ് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓർബിറ്റുകളുടെ സം ആയിരിക്കും. ഓരോ ഓർബിറ്റും പ്രൈം പവറാണ് വരിക. അത് നമ്മൾ നേരത്തെ ഈ പ്രൂഫിൻ്റെ ഇടയ്ക്ക് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓർഡർ ഓഫ് സി എന്ന് പറഞ്ഞാൽ സം ഓഫ് പവേഴ്സ് ഓഫ് പി ആണ്. ഈ എല്ലാ ഓർബിറ്റിൻ്റെയും കൂടെ സമ്മായിട്ട് എഴുതാം, ഓർബിറ്റിൻ്റെ ഓർഡറുകളുടെ സമ്മായിട്ട് എഴുതാം. ഓരോന്നും പ്രൈം പവർ ആണെങ്കിൽ ഓർഡർ ഓഫ് സീനെയും പി കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ നമുക്ക് കിട്ടും. ഇഫ് നോ ഓർബിറ്റ് ഹാസ് സൈസ് 1, അപ്പോൾ ദെൻ പി ഡിവൈഡ്സ് ഈച്ച് സമ്മൻറ്റ് ആൻഡ് ദെയർ ഫോർ പി ഡിവൈഡ്സ് ഓർഡർ ഓഫ് സി നമുക്ക് കിട്ടും. അപ്പോൾ അതൊരു കോൺട്രഡിക്ഷനാണ്. കാരണം ഓർഡർ ഓഫ് സി ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ പി എന്ന് തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞായിരുന്നു. ദസ് ദെയർ ഈസ് ആൻ ഓർബിറ്റ് ഓഫ് സൈസ് 1 ആൻഡ് ദ പ്രൂഫ്. അപ്പോൾ ഓർഡർ 1 ആവുന്ന ഒരു ഓർബിറ്റ് എങ്കിലും ഉണ്ടായിരിക്കും. അത്രയേ ഉള്ളൂ പ്രൂഫ്. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ള എച്ച് സബ് ഗ്രൂപ്പ് ഓഫ് കെ എന്നുള്ളത് കിട്ടും.